നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ പെട്രോൾ പമ്പ് ഉടമയെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവം. പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചു. രജിസ്ട്രേഷൻ ഫീസ് വർധന പിൻവലിക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രജിസ്റ്റർ ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ. ഉത്തര മലബാറിന്റെ ജലസംഭരണിയായ കവ്വായി കായലിനെ സംരക്ഷിക്കുന്നതിനായി കോഴിക്കോട് കേന്ദ്രമായ CWRDMന്റെ പദ്ധതി. രണ്ടാഴ്ചയായി കുടിവെള്ളം ലഭിക്കാതെ പരിയാരം ഏമ്പേറ്റിലെ 50ഓളം കുടുംബങ്ങൾ. സ്വാതന്ത്ര്യസമരത്തെ അറിഞ്ഞ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിൽ പെട്രോൾ പമ്പ് ഉടമയെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവം. പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചു. വ്യാഴാഴ്ച വൈകിട്ടോടെ നീലേശ്വരം CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. തൃക്കരിപ്പൂർ തങ്കയത്തെ പെട്രോൾ ബങ്ക് ഉടമയെ പമ്പടിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ രാത്രി 11 മണിയോടെ കുണിയൻ റോഡിൽ വെച്ച് ആക്രമിച്ച് 3,16,300 രൂപ കൊള്ളയടിച്ച് സ്കൂട്ടറടക്കം തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിൽ രാമന്തളി തുരുത്തുമലിലെ യദുകൃഷ്ണൻ, സഹോദരൻ മിഥുൻ കൃഷ്ണൻ, തെക്കേ തൃക്കരിപ്പൂർ പൊറോപ്പാടെ മുബാറക്ക്, തായനേരിയിലെ മുഹമ്മദ് ഷഹാദ് ഖാൻ, ബണ്ട്വാൾ സ്വദേശി ഉബൈദ് തുടങ്ങിയവരെ നീലേശ്വരം CI V ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതിനോടകം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ കോടതിയിൽ നിന്നും തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. സ്കൂട്ടർ ഉപേക്ഷിച്ച കണ്ണാടിപ്പാറയിലെത്തിച്ച് പണമടങ്ങിയ ബാഗ് കണ്ടെടുത്തു. ബാഗിൽ നിന്ന് ചില രേഖകളും പോലീസിന് ലഭിച്ചു. ബാഗ് ഉപേക്ഷിച്ച സ്ഥലം യദുകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് പടുകുളത്തെ മരമില്ലിനടുത്തുള്ള റോഡരികിലെ കുറ്റിക്കാട്ടിൽ നിന്നും ATM കാർഡ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നീട് സംഭവ ദിവസം രാത്രി പമ്പുടമ രാമകൃഷ്ണൻ മാസ്റ്ററെ ആക്രമിച്ച കുണിയൻ വയലിലെ വളവിൽ പ്രതികളെ എത്തിക്കുകയും ആക്രമിച്ച സ്ഥലവും വിധവും പോലീസിന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് നിരവധി നാട്ടുകാർ സ്ഥലത്തെത്താൻ തുടങ്ങിയതോടെ പ്രതികളെ വാഹനത്തിൽ കയറ്റി സുരക്ഷിതരാക്കി. നിരവധി കേസുകൾ പ്രതികളുടെ പേരിലുണ്ടെന്ന് നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ V ഉണ്ണികൃഷ്ണൻ പറയുന്നു. ബാക്കി നമുക്കെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് പിടിക്കാൻ പറ്റി. അതാണ് കേസിൻ്റെ ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് കിട്ടിയ. തന്നെ കിട്ടിയോണ്ട് ഇത്രയും പൈസ ഒന്നിച്ച് നമുക്ക് 1,44,000 രൂപ 44,300 രൂപ സീസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. പോലീസിന്റെ സമർത്ഥമായ ഇടപെടലിൽ സംതൃപ്തിയുണ്ടെന്ന് പമ്പുടമ രാമകൃഷ്ണൻ മാസ്റ്ററും പ്രതികരിച്ചു. പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റിയത് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ്. എന്തായാലും പോലീസിന് അഭിനന്ദനം അർഹിക്കും. നല്ല രീതിയിൽ അവർ വേണ്ടുന്ന കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. പിന്നീട് പെട്രോൾ പമ്പിൽ പ്രതികളെ എത്തിക്കുകയും അക്രമം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി പലതവണ പ്രതികൾ പമ്പിലെത്തിയ വിവരത്തെ തുടർന്ന് പമ്പിലെ ജീവനക്കാരോട് പ്രതികളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പ്രതികളിൽ ചിലരെ മുഖപരിചയമുണ്ടെന്ന് പമ്പ് ജീവനക്കാർ പറഞ്ഞു. CIയെ കൂടാതെ സബ് ഇൻസ്പെക്ടർ ദാമോദരൻ, സീനിയർ പോലീസ് ഓഫീസർമാരായ ദിവാകരൻ, അബൂബക്കർ, രഘുനാഥൻ, ലത്തീഫ്, ഷാജു, സുരേന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രേഷൻ ഫീസ് വർധനവിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും ഫാസിസ്റ്റ് ആക്രമണത്തിനെതിരെയുമാണ് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സമസ്ത മേഖലയിലും വിലക്കയറ്റമാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സർവീസ് മേഖലയിലും ഫീസ് വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളെ പകൽക്കൊള്ള നടത്തുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സതീശൻ പാച്ചേനി അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, അതുപോലെ തന്നെ ദാനം, ഒഴിമുറി, ധനനിശ്ചയം തുടങ്ങിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസിനത്തിലും അതുപോലെ തന്നെ മുദ്ര വിലയിനത്തിലുമെല്ലാമുള്ള കുത്തനെയുള്ള വർധനവാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. UDF സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രേഷന്റെ കാര്യത്തിലുള്ള ഫീസിന്റെ കാര്യത്തിലുള്ള പരിധികൾ 10,000 എന്നുള്ളതും 25,000 എന്നുള്ളതല്ല എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, മുദ്രവില 3% കുത്തനെ ഉയർത്തുകയാണ് ചെയ്തത്. K. ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M. നാരായണൻകുട്ടി, VN നരിപുരം, K. രാജൻ, AP നാരായണൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രജിസ്ട്രേഷൻ ഫീസ് വർധനയിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയിലും പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രിയദർശിനി മന്ദിര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നു. തങ്കേമുക്ക് വള്ളാപ്പ് റോഡ് ബസ് സ്റ്റാൻഡ് ചുറ്റിയ മാർച്ച് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലെത്തിയതോടെ ധർണാ സമരം ആരംഭിച്ചു. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള ഭാഗപത്രം ഉടമ്പടികൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി 3%, രജിസ്ട്രേഷൻ ഫീസ് 2% അധികമായി ചുമത്തിയ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ നടത്തിയ ധർണ KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഗവൺമെന്റ് 2 മാസം കഴിഞ്ഞിട്ടും സമരം നടന്ന സമയമില്ല. ഒരു 6 മാസം കഴിയണം, അത് പരിശോധിക്കണം, അതിനുശേഷം. പക്ഷെ ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും അറിയാം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റുമാരായ PK ഫൈസൽ, KK രാജേന്ദ്രൻ, സെക്രട്ടറി KP പ്രകാശൻ, TV കോരൻ, KB ഗംഗാധരൻ, K. ശ്രീധരൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ KV മുകുന്ദൻ, OK വിജയൻ, K. കുഞ്ഞമ്പു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ C. രവി, ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉത്തര മലബാറിന്റെ ജലസംഭരണിയായ കൗവായി കായലിനെ സംരക്ഷിക്കുന്നതിനായി കോഴിക്കോട് കേന്ദ്രമായ CWRDM പദ്ധതി തയ്യാറാക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലാ അതിർത്തികളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കായൽ സംരക്ഷണത്തിന് ഉത്തര കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണിത്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ കൗവായി കായലിനെ സംരക്ഷിക്കാൻ കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള CWRDM ആണ് പദ്ധതി തയ്യാറാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചാണ് പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച 1 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നത്. വടക്കൻ കേരളത്തിൽ CWRDM ഏറ്റെടുക്കുന്ന ആദ്യ പദ്ധതിയാണിത്. ശാസ്താംകോട്ട, അഷ്ടമുടി, വേമ്പനാട്ട് എന്നീ കായലുകളിലാണ് മുമ്പ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ അതിർത്തികളിലെ 6 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളുടെയും സഹകരണത്തോടെയാണ് സംരക്ഷണം ഉറപ്പാക്കുക. കൗവായി, പെരുമ്പ, രാമപുരം, കാര്യങ്കോട്, നീലേശ്വരം തുടങ്ങി 5 പുഴകളാണ് കായലിൽ സംഗമിക്കുന്നത്. 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് കായലിനുള്ളത്. ജലജൈവിക സമ്പന്ന ഭൂമിയായ കായലിലെ ചെറുദ്വീപുകൾ ദേശാടന കിളികളുടെ ഇഷ്ടഭൂമി കൂടിയാണ്. കൗവായി കായലിനെ രാംസർ സൈറ്റായി പ്രഖ്യാപിക്കണമെന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിന് അനുസരിച്ച പ്രവർത്തനങ്ങളായിരിക്കും CWRDMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. 1.5 വർഷത്തെ പഠനത്തിന് ശേഷം കേന്ദ്രം റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് സർക്കാർ തുക അനുവദിച്ചത്. ജലശുദ്ധീകരണം, ജൈവവേലി നിർമ്മാണം, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, സമീപത്തെ കിണറുകളുടെ ശുചീകരണം എന്നിവയ്ക്കെല്ലാമുള്ള സാമ്പത്തിക സഹായം പദ്ധതി വഴി ലഭ്യമാകും. സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിൽ ഉപ്പുരസമില്ലാതാക്കാൻ മഴക്കൊയ്ത്ത് നടത്തി ഭൂമിയിലെ ജലവിധാനം ഉയർത്താനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, സന്നദ്ധ സംഘടനകൾ, ജനപ്രതിനിധികൾ എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി. ഇത് വിജയകരമാവുകയാണെങ്കിൽ മറ്റ് തണ്ണീർത്തടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് CWRDMന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്കൂൾ തിരഞ്ഞെടുപ്പ്. പയ്യന്നൂർ മേഖലയിൽ SFIക്ക് മികച്ച വിജയം. വിജയികളെയും കൊണ്ട് പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തൃക്കരിപ്പൂരിൽ MSFന് മേൽക്കോയ്മ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 21ൽ 20 സീറ്റും MSF നേടി. വിജയികളെയും ആനയിച്ച് MSFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി MSF പ്രവർത്തകർ പങ്കെടുത്തു. MSF ജില്ലാ സെക്രട്ടറി ജാബിർ തങ്കയം, PV കുഞ്ഞബ്ദുള്ള, VPP ഷുഹൈബ്, അൻസാർ കൈക്കോട്ടുകടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈക്കോട്ടുകടവിലും മെട്ടമലിലും MSF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടിവെള്ളം ലഭിക്കാതെ 2 ആഴ്ചയിലേറെയായി 50ഓളം കുടുംബങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. പരിയാരം ഏമ്പേറ്റിലാണ് സംഭവം. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഇവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയായത്. ഏമ്പേറ്റ്, വെളിച്ചാനം സ്വദേശികളാണ് കുടിവെള്ളം ലഭിക്കാതെ വലയുന്നത്.
ഏകദേശം 50-ൽ കൂടുതൽ കുടുംബങ്ങളാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത്. എന്നാൽ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. നിരവധി തവണ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതി പറയുന്നു. അതെ, ഏകദേശം മൂന്നാഴ്ചകളായി ഇത് ഈ വെള്ളം ഇങ്ങനെ പൊട്ടി പൈപ്പ് പൊട്ടിയിട്ടാന്ന് തോന്നി. ഇവിടെ അവിടെ ഇങ്ങോട്ടൊക്കെ കണക്ഷൻ സ്ഥലമുണ്ട്. അതിങ്ങനെ പൈപ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് ഈ ക്ലോറിനടക്കം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കണ്ടിരുന്നു. പല പ്രാവശ്യം എനിക്ക് അവരുടെ ഫോൺ നമ്പർ അല്ല, ഞാൻ വരെ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് അവരുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നന്നാക്കാൻ വരാമെന്ന് പറഞ്ഞാണ്ട് ഇതുവരെ നന്നാക്കാൻ വന്നിട്ടില്ല. മഴ കുറഞ്ഞതോടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകളും വറ്റി തുടങ്ങി. ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന പ്രശ്നമായിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്നതിൽ രോഷാകുലരാണ് നാട്ടുകാർ. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് ഇവരുടെ നീക്കം. പയ്യന്നൂർ കോളേജ് SFI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാങ്ക് ജേതാക്കൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും അനുമോദനം സംഘടിപ്പിച്ചു. പരിപാടി ചലച്ചിത്ര താരം രമേഷ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് പരിപാടിയിൽ അനുമോദിച്ചത്. പയ്യന്നൂർ കോളേജ് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. അനുമോദന സദസ്സ് സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്ത താരം രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള ചടങ്ങ് ഒരു കോളേജിൽ നമ്മൾ അല്ലെങ്കിൽ മൊത്തം നമ്മുടെ പഠന കാലഘട്ടം എടുത്തു നോക്കിയാൽ നമ്മൾ 10-60 വയസ്സ് വരെയൊക്കെ നല്ലോണം ആരോഗ്യത്തോടെ ജീവിച്ചാൽ അതിൽ ഒരു 25 വർഷം ഉറങ്ങിപ്പോകും. 8 മണിക്കൂറൊക്കെ വെച്ച് ദിവസം ഉറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ 10-25 വർഷം നമ്മൾ ഉറങ്ങിത്തീർന്നു. 10-15 വർഷം നമ്മൾ കുട്ടികളായിരുന്നു. പിന്നെ കുറച്ച് സമയമാണ് നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സമയം. ആ സമയത്തിലെ ഒരു ഭൂരിപക്ഷം സമയം നമ്മൾ പഠനം എന്ന ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെ ഒരു 250 ദിവസം ഒക്കെ വെച്ച് ഇത്രയും നാളൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ 15 വർഷം നീ സ്കൂളിലും കോളേജിലുമായിട്ട് പോയില്ലേ? ഈ പോയ 15 വർഷത്തിൽ നിന്നും ഓർമ്മയിലിരിക്കുന്ന ഒരു 10 ദിവസം ഇങ്ങോട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ 10 ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ നമ്മൾ ഒത്തുകൂടിയ ദിവസമായിരിക്കും എന്നുള്ളതാണ് ഇതുപോലുള്ള ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പരിപാടിയിൽ SFI യൂണിറ്റ് പ്രസിഡന്റ് ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT രവീന്ദ്രൻ, AKP CTA സംസ്ഥാന സെക്രട്ടറി നിഷാന്ത് A, PTA സെക്രട്ടറി സോന P, SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിറാജ്, ഏരിയ സെക്രട്ടറി K മനുരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗനിൽ TV, ശ്രീഷ്മ എന്നിവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പിന്റെയും കോറം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. കൂർക്കര വായനശാല പരിസരത്ത് നടന്ന ക്ഷീരകർഷക സമ്പർക്ക പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സാധാരണ നാട്ടിലുള്ള പന്തലിന്റെ രീതി തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് ഒരു നീളവും വീതിയും വെച്ചിട്ട് പന്തലെടുത്ത രീതിയുണ്ട്. അത് പ്രകാരം ചെയ്താൽ ഒറ്റ കാരണം പറഞ്ഞ വിശ്വസിക്കുന്നത് പന്തലിടത്തേക്ക് ഷേപ്പ് മാറ്റിയാൽ തന്നെ വളവും എന്ന് പറയുന്നത് പോലെ പശു വളർത്തലിന് കുറെ ശാസ്ത്രീയമായ രീതികൾ. ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഡയറി ഫാം ഇൻസ്ട്രക്ടർ K രമ്യ ക്ലാസ് എടുത്തു. T ശ്രീജിത്ത്, M അമ്പു, P രവീന്ദ്രൻ, M നാരായണൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം പയ്യന്നൂർ സൗത്ത് കമ്മിറ്റി ആതിഥ്യമരുളുന്ന സുനിൽ P ഇളയിടത്തിന്റെ വിചാരലോകം ഓഗസ്റ്റ് 14 ഞായറാഴ്ച നടക്കും. എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ P ഇളയിടത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഇടപെടലുകൾ പുരോഗമന കലാസാഹിത്യ സംഘം വിശദമായി ചർച്ച ചെയ്യുന്നു. പയ്യന്നൂർ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 14 ഞായറാഴ്ച മഹാദേവ ഗ്രാമത്തിലാണ് സുനിൽ P ഇളയിടത്തിന്റെ വിചാരലോകം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാഹിത്യം, ചരിത്രം, മാർക്സിസം, ശാസ്ത്രീയ കലകൾ, ചിത്രകല തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് വിശകലനം ചെയ്യപ്പെടുക. രാവിലെ 9:30 പ്രഗത്ഭ സൈദ്ധാന്തികൻ KEN പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്, PK സുരേഷ് കുമാർ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര എന്നിവർ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ഡോക്ടർ ജിനേഷ് കുമാർ അരമം, പ്രൊഫസർ K ജനാർദ്ദനൻ, R മുരളീധരൻ എന്നിവർ വിവിധ സെഷനുകളിൽ അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനത്തിൽ സുനിൽ P ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി PK സുരേഷ് കുമാർ, M ആനന്ദൻ, പ്രൊഫസർ K ജനാർദ്ദനൻ, K ശിവകുമാർ, M പ്രസാദ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. റൂട്ട് മാറി സർവീസ് നടത്തിയ ബസിനെ നാട്ടുകാർ തടഞ്ഞു. പെരുമ്പടവിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ശ്രീനിധി ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത്.
പഞ്ചായത്ത് പ്രസിഡന്റ് ബസുടമയെ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രശ്നം പരിഹരിച്ചു. പെരുമ്പടവിൽ നിന്ന് കടവനാട് വഴിയാണ് കഴിഞ്ഞ ദിവസം വരെ ശ്രീനിധി ബസ് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ബുധനാഴ്ചയോടെ ബസ് കോയിപ്ര വഴി സർവീസ് നടത്തിയതാണ് നാട്ടുകാരെ ക്ഷുഭിതരാക്കിയത്. ഇതേ തുടർന്ന് കടവനാട് പ്രദേശവാസികൾ പായത്താംപൂരിൽ വെച്ച് ബസ് തടഞ്ഞു. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ സ്ഥലത്തെത്തുകയും ബസ് ഉടമയുമായി ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഒന്നുകിൽ അയാൾ ബസ് അവിടെ കയറ്റി വെച്ചുകൊണ്ട് കലക്ടറുമായി ബന്ധപ്പെട്ട് RTOയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനമാക്കിയതിന് ശേഷം അയാൾ വാഹനം ഓടുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, അയാൾ കലക്ടറെടുത്ത് ഇങ്ങനെ നമുക്ക് കടവനാട് വഴിയുള്ള റൂട്ട് ഞാൻ എഴുതി തരാം, ആ റൂട്ട് മതി എന്ന് പറഞ്ഞിട്ട് എഴുതി തരാം, റൂട്ട് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അതിലേ ഓടാമെന്നുള്ളതാണ് ഇപ്പോൾ അയാൾ സമ്മതിച്ചിട്ടുള്ളത്. ആ രീതിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ആ രീതി റൂട്ട് അനുവദിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ബസ് ഓടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനുള്ളത്. എന്നാൽ കോയിപ്ര വഴി സർവീസ് നടത്താൻ തങ്ങൾക്ക് പെർമിറ്റുണ്ടെന്നും അതുപ്രകാരമാണ് സർവീസ് നടത്തിയതെന്നും പെർമിറ്റ് ഹാജരാക്കി ബസ് ഉടമ വാദിച്ചു. പെട്ടെന്നുണ്ടായ റൂട്ട് മാറ്റത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദമുണ്ടെന്നും പ്രശ്നം പരിഹരിക്കുന്നതിനായി കണ്ണൂരിൽ വെച്ച് അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷമേ താൻ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്നും ഉടമ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് ജനങ്ങൾ പിരിഞ്ഞു പോവുകയായിരുന്നു. വിളയാങ്കോട് സെന്റ് മേരീസ് LP സ്കൂളിൽ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 TV രാജേഷ് MLA നിർവഹിക്കും. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കുവാനും അസംബ്ലി ചേരുവാനും പരിപാടികൾ നടത്തുവാനുമായി 2015-16 വർഷത്തെ PTA നേതൃത്വത്തിൽ വിപുലമായ സൗകര്യത്തോടു കൂടിയ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് അധ്യക്ഷത വഹിക്കും. PTA വൈസ് പ്രസിഡന്റ് KV മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സാലി സ്വാഗതം ആശംസിക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ, കോർപ്പറേറ്റ് മാനേജർ റവറൻ സിസ്റ്റർ വിനയ പുരിയിടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരിക്കും. ചടങ്ങിൽ വെച്ച് LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥിയെ അനുമോദിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സിസ്റ്റർ സാലി, KV മുരളീധരൻ, അഡ്വക്കേറ്റ് K പ്രമോദ്, പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരത്തെ എറിഞ്ഞ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. പയ്യന്നൂരിലെ പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ VP അപ്പുക്കുട്ട മാസ്റ്ററെ ആദരിച്ച് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. VP അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയ വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി മുഖാമുഖവും നടത്തി. സ്വാതന്ത്ര്യ സമരകാലത്തെ അനുഭവങ്ങൾ കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. തുടർന്ന് പ്രിൻസിപ്പൽ KG സോമൻ അപ്പുക്കുട്ടൻ മാസ്റ്ററെ പൊന്നാടി അണിയിച്ചു. സീനിയർ അസിസ്റ്റന്റ് P വിജയൻ, ശ്രീലത K, സുമതി T, പ്രജിക N, രജനി VP തുടങ്ങിയ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ BM LP സ്കൂൾ 1989 ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നു. ചക്കരമരത്തണലിൽ എന്ന പേരിൽ ഓഗസ്റ്റ് 14 സ്കൂളിൽ നടക്കുന്ന സംഗമം കഥാകൃത്ത് CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം കഥാകൃത്ത് CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ പ്രധാനാധ്യാപിക ജാക്ലിൻ വിന്ന സ്റ്റാൻലി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പൂർവാധ്യാപകരെ ആദരിക്കും. പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന MRCHന് പൂർവ്വ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുകയും ചടങ്ങിൽ കൈമാറും. ഡോക്ടർ VC രവീന്ദ്രൻ, KP മോഹനൻ, അജിത് D ഷേണായി എന്നിവർ സംസാരിക്കും. BM LP സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറും. 14 രാവിലെ 9:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 10:45 ഉദ്ഘാടന ചടങ്ങ്. ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ഗൗതം ഗോപിനാഥ്, T ശ്രീജിത്ത്, K ശ്രീജിത്ത് നമ്പ്യാർ, S സന്തോഷ്, സജീർ, രാഖി, RS റീന, സൈജൂഷ് ചെമ്മങ്ങാട് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ തൃക്കരിപ്പൂർ ഖാദി ഭവൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ നിർവഹിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസ് സമീപത്തായി വടക്കേക്കോവൽ റോഡിൽ ആരംഭിച്ച ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ഖാദി ഭവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ TV കോരൻ,
സത്താർ വടക്കമ്പാട്, പി കോരൻ മാസ്റ്റർ, എ ബാലൻ, KV അമ്പു തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യ വിൽപ്പന പയ്യന്നൂർ ഗ്രാമോദയ ഖാദി സംഘം പ്രസിഡന്റ് ഇ രാമചന്ദ്രനിൽ നിന്നും TV കോരൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു. ഓണം പ്രമാണിച്ച് ഖാദിക്ക് 30% കിഴിവും സ്വർണ്ണ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി പഞ്ചായത്ത് ഭക്ഷ്യവിപണന മേളയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്തിലെ 100ഓളം കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കി. കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ മാടായി പഞ്ചായത്തിലെ തവരത്തടം പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പവിത്രൻ, സീന, ഒടിയിൽ റഷീദ, ആയിഷ ഉമ്മൽ, PM ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഫാപ്പൻസ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മനഃശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസേബിലിറ്റി കോഴ്സ് ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 13 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പഠനവൈകല്യം ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരു വലിയ സാമൂഹ്യ പ്രശ്നം. ഇതിനുവേണ്ടി യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഇല്ല എന്നുള്ളത് ഒരു വലിയ ശൂന്യത തന്നെയായിരുന്നു. ഇതൊക്കെയാണ് ഫാക്കൽസ് മുൻകൈയെടുത്തുകൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായ ശ്രമകരം ഫലമായി നമുക്ക് ഈ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ CGയുടെ സെന്റർ ഫോർ ലേണിംഗ്സിന്റെ ഭാഗമായാണ് CGയുടെ തന്നെ അക്രഡിറ്റഡ് സെന്ററായ ഫാപ്പൻസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസേബിലിറ്റി കോഴ്സ് ആരംഭിക്കുന്നത്. 10% കുട്ടികളിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പഠനവൈകല്യങ്ങൾ കണ്ടുവരുന്നതായാണ് സർവേ റിപ്പോർട്ട്. ഈ പഠനവൈകല്യങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നടപ്പിലാക്കി കുട്ടികളെ പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന്റെ സാമൂഹിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കോഴ്സ് തുടങ്ങാൻ ഫാപ്പൻസിനെ പ്രേരിപ്പിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആദ്യമായാണ് ലേണിംഗ് ഡിസേബിലിറ്റിയിൽ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതമനുഭവിക്കുന്നവരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠന ഗവേഷണങ്ങൾക്ക് ഈ കോഴ്സ് സഹായകമാകും. ഇതുകൂടാതെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി എന്ന കോഴ്സും ഫാപ്പൻസിന് കീഴിൽ 3 വർഷമായി നടന്നുവരുന്നു. ഓഗസ്റ്റ് 13 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തൃക്കരിപ്പൂർ ഫാപ്പൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം MLA M രാജഗോപാലൻ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ MC രാജു ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. DT അബ്ദുൽ ഖാദർ, PM ബാലകൃഷ്ണൻ, അഹമ്മദ് ഷഫീഖ്, റഹ്മത്തുള്ള ബദറുദ്ദീൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മുട്ടുക്കാരന്റെ അകത്ത് കുടുംബസംഗമം ഓഗസ്റ്റ് 14 ഞായറാഴ്ച പിലാത്തറ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. മുട്ടുക്കാരന്റെ അകത്ത് കുടുംബസംഗമം ഓഗസ്റ്റ് 14 രാവിലെ 9 മണിക്ക് പിലാത്തറ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് M ഹംസ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ P കമാൽക്കുട്ടി IAS മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗമത്തിന്റെ ഭാഗമായി അനുസ്മരണം, അനുമോദനം, ഉദ്ബോധന സെഷൻ, ആരോഗ്യ സെഷൻ, വിദ്യാഭ്യാസ സെഷൻ തുടങ്ങിയ പരിപാടികൾ നടക്കും. അടിമാട് കളിർ ബാഘവി, പെരിങ്ങോം മുസ്തഫ, ഡോക്ടർ മുഹമ്മദ് ഷാൻ, നിസാർ പട്ടുവം, P സാജിദ ടീച്ചർ തുടങ്ങിയവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്തഫ കടന്നപ്പള്ളി, മുഹമ്മദ് കുഞ്ഞി ഹാജി, മുഹമ്മദ് റാഫി M, ബഷീർ M, മുഹമ്മദ് ഷാഫി M തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് പെട്രോൾ ഇല്ല. ജില്ലാ പോലീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ റെയിൻബോ ജില്ലയിൽ തന്നെ പരാജയപ്പെടുമ്പോൾ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് പ്രായോഗികമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഹെൽമറ്റ് ധരിക്കുക അത് എത്രത്തോളം വിജയമാവാൻ സാധ്യത കുറവ്. കാരണം ഇത്തരം തന്ത്രങ്ങൾ പയറ്റുന്ന ആൾക്കാർ ഒരു കുപ്പിയോ മറ്റോ കരുതി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച് പോവുക, അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു വിജയപ്രദമാവാൻ സാധിക്കും. കാരണം നിയമങ്ങളൊക്കെ പണ്ട് നമ്മൾ പല നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പം
ഉദാഹരണത്തിന് സ്പീഡോ കോർണർ ബസ്സിൻ്റെ ഇപ്പോൾ നമ്മൾ പതിവായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ് ഇപ്പോൾ ബസ് അപകടം. ഇപ്പോൾ ഒരുപാട് പത്രങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു ബസ് അപകടത്തെക്കുറിച്ച്. അപ്പോൾ സ്പീഡിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ സ്പീഡോ കോർണറിൻ്റെ ഒരു നിയമം മുമ്പ് കൂടുതലായിട്ട് ഒരു ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്പീഡോ കോർണർ ബസ്സിൽ നിന്ന് അഴിച്ചു മാറ്റി. ഇപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു ചർച്ച അതിൽ വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അത് കുറച്ച് കാലം നിയമങ്ങൾ കൊണ്ടു കിടക്കും, കുറച്ച് കാലം കഴിഞ്ഞ് നിയമങ്ങൾ മറിച്ചു മാറ്റും. അപ്പോൾ അതിലൊരു നല്ലൊരു നടപടി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വിജയപ്രദമാവും എന്നാണ് എനിക്ക് പറയാം. ഹെൽമെറ്റ് ഇല്ലാതാക്കി പെട്രോളും കൊടുക്കാൻ പാടില്ല, എൻ്റെ ഇപ്പം ലൈൻ ഓടാൻ വരെ വിടാൻ പാടില്ല. നമ്മളൊരു അഭിപ്രായം അതാണ്, ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ പിന്നെ 2 വീലർ വന്നിട്ട് പോലീസാണ് സിഗരറ്റും വെച്ചിട്ട് ലോക്യം പറയുന്ന ആൾ. ഈ പഴയങ്ങാടി നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. പോലീസുകാരൻ്റെ മിന്നൽ സിഗരറ്റും വലിച്ചിട്ട് ഹെൽമെറ്റ് ഇടാണ്ട് അവനോട് വിഷയം പറയുന്നു. അത് നമ്മിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിന് പോലീസിൻ്റെ കുറേ വീഴ്ചയുണ്ട്. അവനവൻ്റെ സ്റ്റഡി സേഫായി ഏത് ഇതുണ്ട്. അതിനിപ്പോൾ എല്ലാവരും നമ്മൾ ബോധവാന്മാരാവുക 2 വീലർ എടുക്കുന്നവർ. അതിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവർ പഴയമായിട്ടൊന്നും കാര്യമില്ല. ഈ നറുക്കെടുപ്പല്ലല്ലോ അതിൻ്റെ മുഖ്യ വിഷയം. അവരെന്ത് നമ്മളോട് വരുന്നത് നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ നിയമം എല്ലാം കർശനമാക്കുമ്പോൾ മറ്റ് വാഹനങ്ങളിലും അത് കർശനമാക്കേണ്ടതാണ്. സാധാരണ ഒരു ഗൾഫുകാരൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ സീറ്റിലിരിക്കുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇടും, സൈഡ് ഗ്ലാസ് ക്ലോസ് ചെയ്യും, കൈ പുറത്തിടാൻ പറ്റില്ല, സിഗ്നൽ ലൈറ്റ് നോക്കിയിട്ട് മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറി. അവിടുന്ന് ഇത്രയും കർശനമായി ഓടിച്ചു വന്നൊരു ഡ്രൈവർ ഇന്ത്യയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഗ്ലാസ് അടക്കൂല, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ബെൽറ്റ് ഇടൂല, സിഗ്നൽ ലൈറ്റ് നോക്കൂല, ഒരു പ്രശ്നമില്ല, സിഗരറ്റ് വലിക്കും, ടെലിഫോൺ ഉപയോഗിക്കും. ഇവിടെ അതിനൊന്നും ഒരു ചിട്ടയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കർശനമാക്കേണ്ടത്. ഓപ്പറേഷൻ റെയിൻബോന് പകരം ഇവിടെ എല്ലാ കാലത്തും നടപ്പിലാക്കുന്ന നിയമങ്ങളാണ് വേണ്ടത്. അതാണ് ഇവിടെ വിജയിക്കുകയും ചെയ്യുക. അത് ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി തരും. വെച്ച് യാത്ര ചെയ്യുന്നവർക്ക്, സ്ഥിരമായി യാത്ര ചെയ്യുന്നവരെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കുന്നതായ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ല പദ്ധതിയാണ്, കാരണം അവർക്കൊരു പ്രോത്സാഹനമാണ്. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാവസ്ഥയാകാം, അല്ലെങ്കിൽ ഇത്രമാത്രം ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള വിഷമമാകാം. എന്തായാലും നമുക്കറിയാം അത് വളരെ നന്നായി നടക്കുന്നില്ല. അത് നടന്നെങ്കിൽ വളരെ നല്ലതുമായിരുന്നു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇനി അറിയിപ്പുകൾ. പോണ്ടിച്ചേരി വെർവ് റിസർച്ച് സൊല്യൂഷൻസ് ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് റിസർച്ച് അനലിസ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനികളെ റിക്രൂട്ട് ചെയ്യുന്നു. യോഗ്യത ബിടെക്, എംടെക്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. വിശദ വിവരങ്ങൾക്ക് 8157916388 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ സാരഥി പുരുഷ സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 14 ക്യാൻസർ പ്രതിരോധ മരുന്നായ ലക്ഷ്മി തരു ചെടിയുടെ ബോധവൽക്കരണ ക്ലാസും സൗജന്യ വിതരണവും നടക്കും. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ സാരഥി പുരുഷ സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ ഇന്ദിരാഭവനിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 9539866567 9447627346 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള വെളുത്തേടത്ത് നായർ സമാജം പയ്യന്നൂർ യൂണിറ്റ് അവാർഡ് ദാനവും കുടുംബസംഗമവും ഓഗസ്റ്റ് 14 ഞായറാഴ്ച 3 മണിക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. കേരള ഗ്രന്ഥശാല സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ ഓഗസ്റ്റ് 12 വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. മാനവ ഏകതാ മിഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 13 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്വാമി ആനന്ദതീർത്ഥ ശ്രീനാരായണ വിദ്യാലയത്തിൽ നിന്നും പയ്യന്നൂർ ടൗണിലേക്ക് ശാന്തി സന്ദേശ യാത്ര നടത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ പെട്രോൾ പമ്പ് ഉടമയെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവം, പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചു.
രജിസ്ട്രേഷൻ ഫീസ് വർധന പിൻവലിക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രജിസ്റ്റർ ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ. ഉത്തര മലബാറിന്റെ ജലസംഭരണിയായ കൗവായി കായലിനെ സംരക്ഷിക്കുന്നതിനായി കോഴിക്കോട് കേന്ദ്രമായ CWRDMന്റെ പദ്ധതി. രണ്ടാഴ്ചയായി കുടിവെള്ളം ലഭിക്കാതെ പരിയാരം ഏമ്പേറ്റിലെ 50ഓളം കുടുംബങ്ങൾ. സ്വാതന്ത്ര്യസമരത്തെ അറിഞ്ഞ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.